എവിടെ ഈ പന ഈ പനയല്ലേ ആ വളവില കുഴപ്പമില്ല സാറേ, വീഡിയോ എടുക്കുന്ന കുഴപ്പമില്ല സാറേ, വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല. ആ ചോദിക്കല്ല ആന ഉണ്ടാകുന്നത്. ഒരെണ്ണമല്ലേ പൊളിച്ചിട്ടുണ്ട്. ായിട്ട് പള്ളിയൊക്കെ കണ്ടത് പള്ളി ആനയാണോ പോണത്? അത് പേടിപ്പിക്കില്ല, മനുഷ്യരാണ് തോന്നുന്നത്. ഗൈസ് ഇവിടെ ആനയുണ്ടെന്നാ പറഞ്ഞ ഗൈസ്. അവര് ചേച്ചി നടന്നത് സിമ്പിളായിട്ട്. ഇവിടെ പേടിച്ച് വിറച്ച് പോകുമ്പോൾ ചേച്ചി പാലും കൊണ്ട് ഇതേ പോണു, പാലും കുപ്പിയും പിടിച്ച് സിമ്പിളായിട്ടാണ് പോണത്. നിങ്ങൾ വന്നവടിയിലുണ്ടെന്ന് പ്രശ്നം കാണില്ല. നിങ്ങളിപ്പോ എത്ര തലകുത്തി പറഞ്ഞാലും റോഡ് സൈഡിൽ നിന്നാൽ പോലും നിങ്ങൾ കാണൂല. അതേസമയം ഇവിടെ ഉള്ളവര് അങ്ങ് അകലെ നിൽക്കണ ആനേനെ പോലും കാണും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മള് ഓരോ ഏരിയ പ്രതീക്ഷിച്ച പോണത്. വണ്ടി നമ്പർ പറഞ്ഞേ KL 43L 511. ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറഞ്ഞാലേ അതാണ് ഉണ്ടായത്. 511 അതെ, ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞ ഗണപതി ഇവിടെ തോന്നി പേരൊക്കെ നേരത്തെന്തോ ഈ എരുമമുട്ടാന്ന് പറഞ്ഞ സാധനം. അല്ല ഇവിടെയൊക്കെ കയറി ആക്രമിക്കോ ആന ഇതിൻ്റെ അകത്ത്? നമ്മുടെ യോഗം പോലെ ഇരിക്കും. പിന്നെയും ഒരു ഒറ്റപ്പെട്ട റോട്ടിൽ കയറി ലൈറ്റ് ഇത്ര കിലോമീറ്റർ നമുക്ക് ലൈറ്റ് കാണുന്നുള്ളൂ. എന്ത് സംഭവിച്ചാൽ തൊട്ടടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പോലും നമുക്കൊരു മുൻകരുതൽ എടുത്ത് വേണം മുന്നോട്ട് പോകാൻ, ഇനിയുള്ള യാത്ര മുന്നോട്ട് പോകേണ്ടത്. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ കാടായ ഷോളയാർക്കാടിൻ്റെ അടുത്തെത്തി നമ്മ തൊട്ടടുത്ത്. ഓടിച്ചിരുന്ന് കൺഫേം പറയണത് ആൾക്കാർ കുറച്ച് ദിവസമായിട്ട് ഇതിനിടങ്ങേറാണ്. റിസ്ക് എടുക്കണത് ഇത്തിരി നേരം വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അല്ല ആന എന്ത് വന്നാലും അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ നമ്മ ചാൻസ് എടുത്ത് അതിന്റെ പുറകെ പോയിട്ട് ചാൻസ് 2024 ഫസ്റ്റ് പണി വാങ്ങണം എന്തിനാന്ന് നോക്കിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഫുഡ് എങ്ങനെയുണ്ടാണ്? അത്യാവശ്യം നല്ല സൂപ്പർ ഫുഡ്. അപ്പൊ ഏഴാറ്റുമുഖം വന്ന വഴി ഈ കടയിലൊന്നും കയറാം. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഏഴാറ്റുമുഖത്ത്. വെളിച്ചെത്തുമ്പോ ഈ ചെറിയ കടയാണ്. ഈ ചെറിയ കടയിൽ കിടിലും പുട്ടും പപ്പടം പഴം കഴിച്ചിട്ട് പോവാ. നമ്മുടെ അവിടുത്തെ കടയിൽ പോലത്തെ അല്ല, കിടിലാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ കിട്ടിയില്ല. ഇത് ഏഴാറ്റുമുഖത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. രാവിലെ 5:30 മുമ്പ് നമ്മൾ ഈ റോഡ് കടന്നില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം 5:30 മുമ്പ് കടന്നില്ലെങ്കിൽ 5:30 കടന്നു പോകാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, 5:30 മുമ്പ് നമ്മൾ ഈ റോഡ് കടന്നു പോകണമെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. കാര്യം റോഡിൽ ആനകളൊക്കെ കയറി നിൽക്കും. 5:30 കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു KSRTC ബസ് നമ്മുടെ മുമ്പിൽ കൂടെ പാസ് ചെയ്ത് പോകും. അതിനുശേഷം പോയാൽ മാത്രമേ നമുക്ക് സേഫായിട്ട് ഈ റോഡ് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ റോഡ് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞത് നല്ല കയറി കിട്ടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ബസ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ പുറകെ പോകണേണ്. അതിനിടയ്ക്ക് ഈ വഴി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ കടയുണ്ട്. ഈ വഴിയിൽ ഒരു അത്യാവശ്യം നല്ലൊരു സൂപ്പർ ഒരു അമ്മൂമ്മയുടെ കടയുണ്ട്. പുട്ടും നമ്മുടെ ബീഫും മുട്ടക്കറിയൊന്നും ഇല്ല, പപ്പടവും പഴവും. പക്ഷെ ഹെവി ടേസ്റ്റ് ഒന്നും പറയാനില്ല. അപ്പോൾ ഞങ്ങൾ ഏഴാറ്റുമുഖം റൂട്ടിലേക്ക് കയറണേണ്. ബാക്കിയെല്ലാം മണ്ണെടുത്ത് വെച്ച് കാണാം. കാണാം. ഗൈസ്, ഞങ്ങൾ ഏഴാറ്റുമുഖം റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിൽ KSRTC ബസ് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആനകളൊക്കെ ഉണ്ടെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിലും സൈഡിലേക്ക് മാറി നിൽക്കുമെന്നാണ് അവർ പറയണത്.
ബാക്കിയെല്ലാം ഞങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. 2024 ഫസ്റ്റ് ട്രിപ്പാണ്. പ്രാർത്ഥിക്കുക. ഒഴിവാക്കിയെടുത്താണ്. ഞങ്ങളുടെ വഴി കയറിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ഫസ്റ്റ് പാലമാണിത്, ഒരു ചെറിയൊരു കലിങ്കാണ്, ഇവിടം വരെ നമ്മൾ സേഫ് ആണെന്നാണ് അവരൊക്കെ പറഞ്ഞത്. കണ്ടോ, ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടാസ്ക് എന്നാണ് അവർ പറഞ്ഞേക്കണത്. പിന്നെ രാവിലെ 6 മണിക്ക് ശേഷം അവിടുന്ന് ഫോറസ്റ്റുകാർ നമ്മളെ കയറ്റി വിടത്തുള്ളതെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ ഇതൊക്കെ നോക്കി കൃത്യമായിട്ടൊക്കെ നോക്കി വരിക. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ. പതിയെ എല്ലാം ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. പേടിച്ച് വിറച്ച് പോണായിരുന്നു. അതിലേക്ക് നല്ല മണമാരണം. എന്ത് ചേട്ടനെ കണ്ട ചേട്ടന്റെ പുറകെ പോണേനിപ്പ. അത്യാവശ്യം നല്ല രീതിയിൽ ആനപ്പിണ്ടത്തിന് സ്മെല്ലുണ്ട്. ആനപ്പിണ്ടത്തിന് പക്ഷെ അയാൾ ഉറപ്പ് പറയാൻ ഇവിടെ ഇല്ല. അത്യാവശ്യം നല്ലൊരു വെള്ളച്ചാട്ടം പോലത്തെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ. വെള്ളച്ചാട്ടമാണോ എന്ത് പണ്ടെന്നറിയില്ല. അത്യാവശ്യം നല്ല പേടിച്ച് കൊണ്ടിട്ട് എന്താണെങ്കിലും ഞങ്ങൾ പോണേണ്. ഇവിടെ ഒന്നും വരില്ലെന്ന്. പക്ഷെ എനിക്കവിടെ സ്മെല്ല് കിട്ടിയില്ല. ഇനിയിപ്പോ എനിക്ക് കഴിഞ്ഞാൽ മൊത്തം വലിയാവും. ഞങ്ങൾ മാത്രമല്ല, കുറെ ഗ്യാങ് ഒരുമിച്ച് ഇതേ സമയത്ത് തന്നെ കയറാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. കറക്റ്റ് 6 മണിക്കില്ലേ ഇവിടെ എത്തിയിട്ട് എല്ലാവരും ഇല്ലേ ആ സമയം കൊണ്ട് ഒരു 10-25 പേര് പെട്ടെന്ന് വന്നു. അതുവരെ ഞങ്ങൾ കാലിയടിച്ച് വന്നായിരുന്നു. ഇനിയുള്ള പോക്ക് ഇത്തിരി കെയർഫുൾ ആയിരിക്കണമെന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അവരവരുടെ റിസ്കിൽ പോകാനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ വഴി പാസ് ചെയ്യണതാണ്. നമ്മുടെ വണ്ടി എന്താ വലിക്കണ വെച്ചേക്കണ കയറ്റത്തിനാണോ? കയറ്റത്തിനാണോ സീൻ കാണിക്കണം? കൂട്ടുകാരെ ഈ സമയത്ത് ഇതൊക്കെ ചോദിച്ചാൽ ഞാനെന്ത് പറയാറ്. ഫോറസ്റ്റ് എന്ന് പറഞ്ഞ വീഡിയോ വെച്ചിട്ടുണ്ട് ഗൈസ്. ഫോറസ്റ്റ് ഇത് ഫോറസ്റ്റ് ഹോം ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പൊ ഞങ്ങളൊരു ഗ്യാങ് ആയിട്ടാണ് മൂവ് ചെയ്യണത്. വന്നത് വേറെ വഴിയാണെങ്കിലും ഇപ്പൊ ഒരുമിച്ച് മൂവ് ചെയ്യേണ്ട അവസ്ഥയാണ്. ആന വന്നാൽ തന്നെ കന്നമ്പിലോടും. പശുവിന്റെ ചാകത്തിന്റെ മണമുണ്ട്. ഇല്ല ഈ ഗ്യാങ് ഉണ്ടാവില്ല. ആരും വിട്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് ഇതിന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പുറത്തെ എന്റെ ഫോണും വെക്കേണ്ടിരുന്നില്ല. നമുക്കേ സംഭവം എന്ന് വെച്ചാൽ മനസ്സിലായ ഇത് ഈ വീഡിയോ എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ വന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ള മനോധൈര്യം ഇല്ലാത്ത കൊണ്ട് അറിയാൻ പറ്റണില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അനുഭവിച്ചാലേ
ഇതൊക്കെ മനസ്സിലാവുള്ളൂ. എന്താണ് ഇതിന്റെ അവസ്ഥ എന്നൊക്കെ. സന്തോഷമുണ്ട്, സന്തോഷം. ഈ ചെറിയൊരു വളമൊക്കെ കെയർഫുൾ ആണോ എന്ന് അവർ പറഞ്ഞായിരുന്നു. സ്മെല്ലും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടണില്ല. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോ നല്ല മണമുണ്ട്. ഞാൻ വണ്ടി വളർച്ചതാണ്. ഇപ്പൊ പോകുന്ന വഴിയില് വളവില് സൂക്ഷിക്കാനാ പറഞ്ഞേക്കണത്. ഇപ്പൊ എല്ലാ വളവെത്തുമ്പോഴും നിങ്ങൾ ക്യാമറ ഓൺ ആക്കുന്നുണ്ട്. കാര്യം ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇരുട്ടായതുകൊണ്ടാണ് ഓഫ് ചെയ്ത് വെച്ചത്. അത് ഞങ്ങൾ ഇപ്പൊ കയറിയേക്കണത് 17ാമത്തെ വണ്ടിയായിട്ടാണ് കയറിയേക്കണത്. പക്ഷെ ഞങ്ങളാണ് ആദ്യം എത്തിയത്. എന്നാൽ പോലും ഞങ്ങൾ പതിയെ അവിടെ ജസ്റ്റ് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ കയറിപ്പോയ വണ്ടിയാണത്. പക്ഷെ 17ാമത്തെ വണ്ടി എന്ന് പറഞ്ഞാലും ഞങ്ങൾ റിസ്ക് ഇല്ലാണ്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ഇവർ പോണ സമയത്ത് ആനകളൊക്കെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് അവരൊക്കെ റൊട്ടേഷന്മാർ റോഡ് സൈഡിലേക്ക് വന്നാലും അത് മതി. അതിരമ്പള്ളി ഞങ്ങൾ ഇതുപോലെ കൊടൈക്കനാലിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളവർക്ക് കിട്ടിയില്ല കവാലിന. പക്ഷെ ഞങ്ങൾക്കത് കറക്റ്റ് സൈറ്റിൽ കിട്ടി. അതൊരു ഭാഗ്യമാണ്. അത് സത്യം പറഞ്ഞാൽ നമുക്കൊരു സ്ട്രൈക്ക് കിട്ടുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ ഇതിപ്പോൾ ഒറ്റപ്പെട്ട റോഡായിട്ട് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊന്നും ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഞങ്ങൾ അടുത്ത ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ അത്യാവശ്യം ഒരു വലിയൊരു റിസ്ക് സഹിച്ച് അടുത്ത ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഒരാളോട് ചോദിക്കട്ടെ. ഒരു മിനിറ്റ്. ആ ചേട്ടാ ഇവിടെ ഇവിടെ ഉണ്ടായതാ ഫുള്ള്. നമുക്കിപ്പോ നേരെ പോവാമോ? നോക്കി പോകട്ടോ. ആന മാത്രല്ല, പന്നി വട്ടം ചാടും, പിന്നെ മ്ലാവ് വട്ടം ചാടും. അപ്പൊ പതുക്കെ പോയാൽ മതി. വേറെ നമ്മൾ ഉപദ്രവിക്കണ മൃഗങ്ങളൊന്നും അവിടെ ഇപ്പൊ ഉണ്ടായില്ലേ ആ കുന്നിന്റെ മേലില്? അത് തിരിച്ചു കാണാൻ പറ്റുള്ളൂ. ഇരുട്ട ഞാൻ ആന നോക്കൂല, നമ്മള് സ്ട്രൈറ്റ് ആയിട്ട് നോക്കിയുള്ളൂ. എറണാകുളം. ഞങ്ങൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് അവിടെ ആഘോഷത്തിൽ നിന്ന് മാറിയിട്ട് ഞങ്ങൾ ഒന്ന് അല്ല എന്തായാലും യൂട്യൂബിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോന്നെ. ഒരു 1-ാം തീയതി ഒരു റൈഡ്. യൂട്യൂബർ തന്നെ വന്നേക്കണം. ട്രാവലിംഗ് PGS എന്ന് പറഞ്ഞ ആ വളവില കുഴപ്പമില്ല സാറേ. വീഡിയോ എടുക്കുന്ന കുഴപ്പമില്ല സാറേ. വീഡിയോ എടുക്കാൻ കുഴപ്പമില്ല. ചോദിക്കല്ലോ ആന ഉണ്ടാകുന്നത്. ഒരെണ്ണല്ലേ അട്ടിച്ചിപ്പ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ വന്നവടിയിലുണ്ടെന്ന് പ്രശ്നം കാണില്ല. നിങ്ങളിപ്പോ എത്ര തലകുത്തി പറഞ്ഞാലും റോഡ് സൈഡിൽ നിന്നാൽ പോലും നിങ്ങൾ കാണൂല. ആ അത് ഞാൻ